വാച്ച് ഹിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യൂട്യൂബ് നമുക്ക് കണ്ടന്റ് ഫീഡ് ചെയ്ത് തരുന്നത് തീറ്റിക്കുന്നത്. നമ്മൾ സെർച്ച് ചെയ്ത കാര്യം ഓർത്ത് വെച്ചാൽ ആ സെർച്ച് ചെയ്ത ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടന്റ് സജസ്റ്റ് ചെയ്യും. ഇനി ഹോം പേജിൽ പോയാൽ ഓക്കെ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും കാണാനില്ല. പക്ഷെ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യുക, വലിച്ചു വിടുക. റീഫ്രഷ് ചെയ്യുമ്പോൾ ഓക്കെ യുവർ വാച്ച് ഹിസ്റ്ററി ഈസ് ഓഫ്. ഇനി നമുക്ക് കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യണം ലേൺ ഇംഗ്ലീഷ് വിത്ത് കുക്കിംഗ്. അപ്പോൾ കുക്കിങ്ങിലൂടെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ടെക്നിക്കാണ് ഞാൻ നോക്കുന്നത്. ഇതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇതിൽ കുറേ ഇങ്ങനെ ഫീഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാര്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ യൂട്യൂബ് നമുക്ക് ഫീഡ് ചെയ്യാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഈ സെറ്റിങ്സ് മാറ്റുന്നതിലൂടെ യൂട്യൂബ് നമുക്ക് ഫീഡ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ട കണ്ടന്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോഴൊരു ഡൗട്ട് ഉണ്ട്, ഇപ്പോൾ ഷോർട്സ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ലോസ്റ്റ് ആവില്ല. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ നോക്കിയാൽ ഞാൻ സ്ക്രോൾ ചെയ്തു ഇതെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് റിലേറ്റഡ് കണ്ടന്റ് തന്നെയാണ്. സ്ക്രോൾ ചെയ്തു ഇവിടെ ലൈവ് കണ്ടന്റ് കയറി വന്നു, വീണ്ടും ഒരു ലൈവ് കണ്ടന്റ് കയറി വന്നു, വീണ്ടും ലൈവ്. ഓക്കെ, ഈ പോയിന്റിൽ എത്തുമ്പോൾ റെക്കമെൻഡേഷൻസ് ആർ ഓഫ്, യുവർ വാച്ച് ഹിസ്റ്ററി ഈസ് ഓഫ് ആൻഡ് വി റിലൈ ഓൺ വാച്ച് ഹിസ്റ്ററി ടു ടൈലർ യുവർ ഫീഡ്. വാച്ച് ഹിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യൂട്യൂബ് നമുക്ക് കണ്ടന്റ് ഫീഡ് ചെയ്ത് തരുന്നത് തീറ്റിക്കുന്നത്. അപ്പോൾ വാച്ച് ഹിസ്റ്ററി ഓഫ് ആയതുകൊണ്ട് തന്നെ ഇനി കണ്ടന്റുകളില്ല. അപ്പോൾ ഈ പൊസിഷനിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും ഓക്കെ ഞാൻ ലോസ്റ്റ് ആയിട്ടില്ല, എനിക്ക് ബാക്ക് അടിച്ച് പോവാം, വേറെ ഏതെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റിലേക്ക് എനിക്ക് പോവാം. അതിന് ശേഷം എനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കാൻ പറ്റും. അതിന് ശേഷം സോഷ്യൽ മീഡിയയൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഒരു മാസം കഴിയുമ്പോൾ ഈ വാച്ച് ഹിസ്റ്ററി ഓട്ടോ ഓൺ ആവും. നമ്മളറിയാതെ തന്നെ ഈ ഹോം പേജിൽ നമുക്ക് ഫീഡ്സ് ഇങ്ങനെ കാണാൻ പറ്റും. ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബിൽ ഒരു മണിക്കൂർ ഇങ്ങനെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇതെന്തോ സംഭവിച്ചില്ലല്ലോ, ഞാൻ അത്ര ടൈം യൂട്യൂബിൽ ഇരിക്കലില്ലല്ലോ. അപ്പോഴാണ് മനസ്സിലാവുക യൂട്യൂബിൻ്റെ സെർച്ച് ഹിസ്റ്ററി വീണ്ടും ഓട്ടോ ഓൺ ആയിട്ടുണ്ട്. ആ സ്പോട്ടിൽ അത് ഓട്ടോ ഓഫ് ആക്കിച്ചാൽ പിന്നെ വീണ്ടും നമുക്ക് ടൈം റിസർവ് ആയിട്ട് കിട്ടുക ചെയ്യാം.